കടുത്ത വർഗീയ പരാമർശവുമായി ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് പി.എസ്. ശ്രീധരൻപിള്ള. ബാലാക്കോട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ജാതിയും മതവും അന്വേഷിക്കുന്ന ചിലരുണ്ട്. ഇസ്ലാം ആക്കണമെങ്കിൽ ചില അടയാളങ്ങൾ ഉണ്ടല്ലോ, ഡ്രസ്സെല്ലാം മാറ്റിനോക്കണ്ടേ എന്നായിരുന്നു ശ്രീധരൻപിള്ളയുടെ പ്രസംഗത്തിലെ പരാമർശം. ആറ്റിങ്ങലിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിലായിരുന്നു ബി.ജെ.പി. അധ്യക്ഷന്റെ പ്രതികരണം. ജീവനെ പണയപ്പെടുത്തി ഒരു രാജ്യം നേടിയ വിജയം നടക്കുമ്പം 3 സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്ത ശേഷം തിരിച്ചു വരുമ്പം നമ്മുടെ രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും പിണറായി ഒക്കെ പറയുന്നത് അവിടെ ഇറങ്ങിയിട്ട് മരിച്ചു കിടക്കുന്നവരൊക്കെ ഏത് ജാതിക്കാരാ, ഏത് മതക്കാരാ, ഇസ്ലാമാകണമെങ്കിൽ ചില അടയാളമൊക്കെ ഉണ്ടല്ലോ, ഈ ഡ്രസ്സൊക്കെ മാറ്റി നോക്കിയല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ആറ്റിങ്ങിൽ നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഏത് വിഷയം പരാമർശിക്കുമ്പോഴായിരുന്നു പി.എസ്. ശ്രീധരൻപിള്ളയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പരാമർശമുണ്ടായത്? ഉന്മേഷ്, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിലാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള ഇത്തരത്തിലൊരു വിവാദ പരാമർശം, ഒരു വർഗീയ പരാമർശം നടത്തിയത്. അദ്ദേഹം ഇത് പറഞ്ഞു വന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇങ്ങനെയാണ്: ബലാക്കോട്ട് അടക്കമുള്ള ഭീകരാക്രമണങ്ങൾക്ക് തിരിച്ചടി കൊടുത്തിട്ട് ഇന്ത്യൻ സൈന്യം തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും അടക്കമുള്ള ആളുകൾ ഇവർ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ അവിടെ മരിച്ച ആളുകളുടെ കണക്ക് ചോദിക്കുന്നു. ഈ പറയുന്ന രാജ്യവും മതവും നോക്കി കണക്കെടുക്കണം എന്നാണ് ഇവർ പറയുന്നത് എന്നാണ് ശ്രീധരൻപിള്ള പറഞ്ഞത്. തൊട്ടടുത്ത സെൻറ്റൻസായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം അങ്ങനെയാണ്: ഇസ്ലാം ആകണമെങ്കിൽ ചില അടയാളങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡ്രസ്സൊക്കെ മാറ്റി നോക്കണ്ടേ എന്നുള്ള ഒരു വർഗീയമായ പരാമർശമാണ് ആറ്റിങ്ങലിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള നടത്തിയത്. ഇതേതായാലും ഒരു സമൂഹത്തെ ബോഡി ഷേമിങ്ങും കൂടാതെ തന്നെ ഒരു വർഗീയമായ തരത്തിൽ അവരെ പരാമർശിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തിരഞ്ഞെടുപ്പ് സമയമാണ്, തിരഞ്ഞെടുപ്പ് വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് നിൽക്കുന്നത്. ആ സമയത്ത് പെരുമാറ്റച്ചട്ടമടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ ഇത്തരത്തിലൊരു പ്രസംഗം. പ്രധാനമായും ഇക്കാര്യത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ പറയുന്ന തൻ്റെ മുന്നിലിരിക്കുന്ന പ്രചാരണ പരിപാടികളുമായി തൻ്റെ മുന്നിലിരിക്കുന്ന അണികളെ ആവേശത്തിലാക്കാൻ അദ്ദേഹത്തിന് സൈന്യം നടത്തിയ ഭീകരാക്രമണത്തിൻ്റെ കാര്യം പറയുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അത് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ ആണ് അദ്ദേഹം ഇപ്പോൾ ബോഡി ഷേമിംഗ് നടത്തിയത്. പ്രധാനമായും അദ്ദേഹം പറഞ്ഞ 2 വരികൾ നമ്മൾ ആവർത്തിച്ച് കാണിക്കുന്നത് പോലെ 2 വരികളാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. ഇസ്ലാം ആകണമെങ്കിൽ ചില അടയാളങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പറയുന്ന ഡ്രസ്സൊക്കെ മാറ്റി നോക്കണ്ടേ എന്നുള്ള ഒരു പരാമർശം. ഇത് കൃത്യമായും ചൂണ്ടിക്കാണിക്കുന്നത് ചേലാകർമ്മം എന്ന ഇസ്ലാം മതവിഭാഗത്തിൻ്റെ യുണീക്ക് ഐഡൻറ്റിറ്റി എന്ന് പറയപ്പെടുന്ന യുണീക്ക് ഐഡൻറ്റിറ്റിയെ തന്നെയാണ്. അത്തരത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ ഒരു വിവാദ പ്രസ്താവന ഇറക്കിയിരിക്കുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകരെ, തൻ്റെ മുന്നിലിരിക്കുന്ന ബി.ജെ.പി. പ്രവർത്തകരെ മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം സൈന്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇതിനു മുൻപും ഇതിനു ശേഷവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തരത്തിൽ നമുക്ക് ഈ ഒരു പരാമർശത്തെ ന്യായീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് യാതൊന്നും തന്നെയില്ല. അദ്ദേഹം പ്രത്യക്ഷമായും ഒരു മതവിഭാഗത്തെ, പ്രത്യേക മതവിഭാഗത്തെ